ചൌക്കയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നാളെ. ചൌക്ക സെന്റ് മേരീസ് ലൂർദ് പള്ളി നവതി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ചൌക്ക മരിയൻ ചാരിറ്റി ട്രസ്റ്റ് ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ചൌക്ക സെന്റ് ആന്റണീസ് EOP സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന ക്യാമ്പ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയാകും. ഇടവക വികാരി ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായി അധ്യക്ഷത വഹിക്കും. അമല ഹോസ്പിറ്റലിലെ എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും സേവനം മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമാണ്. രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്ക് അതിനുള്ള സൗകര്യവും ക്യാമ്പിൽ ലഭ്യമാണ്. പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് സൗജന്യ മരുന്നുകൾ ലഭ്യമാണെന്ന് മരിയൻ ചാരിറ്റി ട്രസ്റ്റ് പ്രസിഡന്റ് ഷാജു ഉദിനിപ്പറമ്പൻ, സെക്രട്ടറി സിജു വടക്കുംപാടൻ, ഷൈജു പുത്തൻപുരക്കൽ, മത്തായി കാനംകുടം എന്നിവർ അറിയിച്ചു. രജിസ്ട്രേഷന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8129251339. നവതിയുടെ ഭാഗമായിട്ട് മരിയൻ ചാരിറ്റി ട്രസ്റ്റും അതുപോലെ തന്നെ അമല മെഡിക്കൽ കോളേജും സംയുക്തമായിട്ട് നടത്തപ്പെടുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ വിവരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയ. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചൗക്ക പള്ളി വികാരി ഫാദർ ആന്റോ കരിപ്പായി, അതുപോലെ തന്നെ മരിയൻ ചാരിറ്റിയുടെ പ്രസിഡന്റ് ഷാജു ഉദിനിപ്പറമ്പൻ, സെക്രട്ടറി സിജു വടക്കുംപാടൻ, പിന്നെ ഞാൻ ഷൈജു പുത്തൻപുരക്കൽ, അത് മത്തായി കാനംകുടം. ചൗക്കപ്പള്ളി 90 വർഷമായി രൂപീകൃതമായിട്ട് അതിൻ്റെ ഇടവകയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതോടനുബന്ധിച്ച് 40ഓളം പരിപാടികൾ ഇതിനകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ചൗക്കപ്പള്ളിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് മരിയൻ ചാരിറ്റി ട്രസ്റ്റ്. പള്ളി കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പള്ളിയും വ്യാപൃതമാകാറുണ്ട്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല പിന്തുണയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ നവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ പ്രമുഖമായ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു 7s ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയുണ്ടായി. അതും ഈ നവതിയോടനുബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ പള്ളിക്ക് ഏറെ പിന്തുണയാണ് എക്കാലവും ഈ ട്രസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുക. 12 പേരടങ്ങുന്ന ഈ ട്രസ്റ്റ് പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ സഹകരണ വെച്ചുകൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനം, ഒരു മെഡിക്കൽ ക്യാമ്പ് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്യും. കാരണം മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യ രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ്, വലിയ ആശ്വാസമാണ് ഈ മെഡിക്കൽ ക്യാമ്പ്. പള്ളിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണവും ഇവർക്ക് നൽകുന്നുണ്ട്. പള്ളിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്റ് ആന്റണി സ്കൂളിൽ വെച്ചിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത് വിജയമായിട്ട് മാറുമെന്നതിൽ അത് സംശയമില്ല. തുടർന്നുള്ള കാര്യങ്ങൾ ഇതിന്റെ പ്രസിഡന്റ് ഷാജു ഉദിനിപ്പറമ്പിൽ ഇതിൽ വിവരിക്കുന്നതാണ്. സദസ്യങ്ങളെല്ലാവർക്കും അച്ഛനും അതുപോലെ തന്നെ ഷൈജു പുത്തൻപുരക്കലും പറഞ്ഞതുപോലെ ചൗക്ക പള്ളി രൂപീകൃതമായിട്ട് 90 വർഷം തികയുകയാണ്. അതിൻ്റെ നവതിയുടെ ഭാഗമായിട്ടാണ്. അതിലുപരി ഞങ്ങളുടെ മരിയൻ ചാരിറ്റി ട്രസ്റ്റ് രൂപീകൃതമായിട്ട് 10 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇതിന് രണ്ടിൻ്റെയും അടിസ്ഥാനം എന്നോണം അമല മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലും ഒരു 3 പേരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മെഗാ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഈ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി സെന്റ് ആന്റണീസ് UP സ്കൂൾ ചൗക്കയിൽ വെച്ച് നടത്തപ്പെടുക. അപ്പം അതിൻ്റെ സാന്നിധ്യത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ മാർ പോളി കണ്ണൂക്കാടൻ പിതാവാണ്. മുഖ്യ അതിഥിയായി അവിടെ സന്നിഹിതരായിരിക്കുക നമ്മുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുക ചൗക്കപ്പള്ളി ഇടവ വികാരിയും റവറൻ ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായിയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് റവറൻ ഫാദർ ഷിബു പുത്തൻപുരക്കൽ CMI ജോയിന്റ് ഡയറക്ടർ അമല ഹോസ്പിറ്റലുമാണ്. അപ്പം ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിലും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ നടത്തപ്പെടുന്ന അതിമനോഹരമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഞങ്ങൾ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി 8:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. രോഗികൾ എല്ലാവരും കണ്ടു തീർന്നതിന് മാത്രം ശേഷമേ ഇത് അവസാനിപ്പിക്കൂ എന്നുകൂടി ഇവിടെ ഉറപ്പുതരികയാണ്. അത്ര മനോഹരമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കൗൺസിലർമാരെയും നാനാ വിഭാഗത്തിലുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും
കൊടശ്ശേരി പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാവർക്കും ഇതിനോടകം തന്നെ ഞങ്ങളുടെ നോട്ടീസും ക്യാമ്പിൽ പങ്കെടുക്കേണ്ട രസീതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സഹമഴിഞ്ഞ പ്രവർത്തനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇവർ വന്നിരിക്കുന്ന നിങ്ങളുടെ മീഡിയയുടെയും എല്ലാവരുടെയും സാന്നിധ്യവും